ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന ഭാഗമാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. 1958 ഫ്രാൻസിസ് ക്രിക്കാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന ആശയം അവതരിപ്പിച്ചത്. DNA-യിൽ നിന്ന് RNA-യിലേക്കും RNA-യിൽ നിന്ന് പോളിപെപ്റ്റൈഡിലേക്കുമുള്ള യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷനെയാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് വിളിക്കുന്നത്. DNA-യിൽ നിന്ന് RNA-യിലേക്കും RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്കുമുള്ള ഫ്ലോ ഓഫ് ഇൻഫർമേഷനെയാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് വിളിക്കുന്നത്. 1978 ടെമിൻ, ബാൾട്ടിമോർ എന്നിവർ ചേർന്ന് റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ എന്ന ആശയം അവതരിപ്പിച്ചു. അതായത് ഫോർമേഷൻ ഓഫ് DNA ഫ്രം RNA. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടെമിനിസം. റിട്രോ വൈറസുകളിലാണ് ടെമിനിസം അല്ലെങ്കിൽ റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ എന്ന ഈ പ്രോസസ്സ് കാണാൻ കഴിയുന്നത്. RNA ജെനറ്റിക് മെറ്റീരിയലായി പ്രവർത്തിക്കുന്ന മിക്ക വൈറസുകളിലും ആദ്യം RNA-യിൽ നിന്നും ഒരു കോംപ്ലിമെൻ്ററി DNA ഫോം ചെയ്തതിന് ശേഷമാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഈ പ്രക്രിയയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ കാറ്റലൈസ് ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ DNA-യിൽ സൂക്ഷിച്ചിരിക്കുന്ന ജെനറ്റിക് ഇൻഫർമേഷൻസിനെ RNA-യിലേക്ക് പകർത്തുന്ന പ്രവർത്തനമാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചാണ്. സെൽ സൈക്കിളിലെ G1, G2 ഫേസുകളിലായാണ് ഈ പ്രക്രിയ നടക്കുന്നത്. DNA-യിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയാണ് RNA നിർമ്മിക്കുന്നത്. DNA-യിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഭാഗത്തെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് 3 ഭാഗങ്ങളുണ്ട്. എ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് എ ടെർമിനേറ്റർ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറേസ്. 5' to 3' ഡയറക്ഷനിലാണ് ഈ എൻസൈം ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. 3' to 5' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഈ സ്ട്രാൻഡിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയാണ് RNA സിന്തസിസ് നടക്കുന്നത്. RNA സിന്തസിസ് നടക്കുന്ന സമയത്ത് തൈമിന് പകരം യുറാസിൽ എന്ന ന്യൂക്ലിയോടൈഡാണ് കോംപ്ലിമെൻ്ററി ആയി ആഡ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് ഓപ്പോസിറ്റായി 5' to 3' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഈ സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്നറിയപ്പെടുന്നത്. ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA-യുടെ ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായി ആക്ട് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA ആയി മാറുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ 2 സ്ട്രാൻഡിലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത്? ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിലെ 3' to 5' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഒരു സ്ട്രാൻഡാണ് ഇത്. 5' to 3' ഡയറക്ഷനിൽ കാണുന്ന ഓപ്പോസിറ്റ് സ്ട്രാൻഡാണ് ഇത്. എന്തുകൊണ്ടായിരിക്കും ഈ 2 സ്ട്രാൻഡിലും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA-യുടെ നിർമ്മാണം നടക്കാത്തത്? ഒന്നാമത്തെ കാരണം, ഈ 2 സ്ട്രാൻഡും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് 2 RNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ
ഇവ രണ്ടും കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതുകൊണ്ട് ഇവ രണ്ടും കൂടിച്ചേർന്ന് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി മാറുകയും പ്രോട്ടീൻ സിന്തസിസിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയി ഫോം ചെയ്യുന്ന RNA ആണ് ഇത്. ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയി ഫോം ചെയ്ത RNA ആണ് ഇത്. ഈ രണ്ട് RNA സ്ട്രാൻഡുകളും കോംപ്ലിമെൻ്ററി ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അഡിനിൻ, ഇവിടെ യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, യുറാസിൽ, അഡിനിൻ, യുറാസിൽ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഈ രണ്ട് RNA സ്ട്രാൻഡുകളും കോംപ്ലിമെൻ്ററി ആയത് കാരണം ഇവ രണ്ടും കൂടിച്ചേർന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായി, ഈ രണ്ട് DNA സ്ട്രാൻഡുകളും ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് RNA തന്മാത്രകളും വ്യത്യസ്തമായിരിക്കും. ഇത് ഒന്നാമത്തെ RNA ആണ്, ഇതിലെ സീക്വൻസും രണ്ടാമത്തെ RNA ആയിട്ടുള്ള ഇതിലെ സീക്വൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ട് RNAയിൽ നിന്നും പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് രണ്ട് വ്യത്യസ്ത അമിനോ ആസിഡ് സീക്വൻസുകളോട് കൂടിയ പ്രോട്ടീൻ ആയിരിക്കും നിർമ്മിക്കപ്പെടുക. അതായത് ഒരു DNA പാർട്ടിൽ നിന്നും രണ്ട് വ്യത്യസ്ത പ്രോട്ടീനുകളെ കോഡ് ചെയ്യുകയും ഇത് ഒരു ജീവിയിലെ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്മിഷനെ തകരാറിലാക്കുകയും ചെയ്യും. അതായത് ഒരു DNA-യുടെ ഒരു ഭാഗത്തു നിന്നും ഫോം ചെയ്യുന്ന RNA-കൾ വ്യത്യസ്ത പ്രോട്ടീനുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതോടുകൂടി ഒരു ജീവിയുടെ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്മിഷൻ തകരാറിലാവുന്നു. ആയതിനാൽ 3' to 5' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്രമേ RNA സിന്തസിസ് നടക്കുകയുള്ളൂ. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ രണ്ട് സ്ട്രാൻഡുകളെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 3' to 5' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഈ സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. 5' to 3' ഡയറക്ഷനിൽ കാണുന്ന ഈ സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോട്ടർ റീജിയൻ. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിൽ കാണപ്പെടുന്ന പെർട്ടിക്കുലർ സീക്വൻസിനെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ കാറ്റലൈസ് ചെയ്യുന്ന RNA പോളിമറേസ് എന്ന എൻസൈമിൻ്റെ ബൈൻഡിംഗ് സൈറ്റായി പ്രവർത്തിക്കുന്ന സീക്വൻസാണ് പ്രൊമോട്ടർ സീക്വൻസ്. അതുപോലെ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ കാണുന്ന സീക്വൻസാണ് ടെർമിനേറ്റർ സീക്വൻസ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ അവസാനിക്കുന്നത് ഈ റീജിയനിൽ വെച്ചാണ്. ഈ പ്രൊമോട്ടർ റീജിയനും ടെർമിനേറ്റർ റീജിയനും ഇടയിൽ കാണുന്ന ഈ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ എന്നറിയപ്പെടുന്നത്. RNA സിന്തസിസിന് സഹായകമാകുന്ന സീക്വൻസായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അടങ്ങിയ DNA-യുടെ ഭാഗമാണ് ഈ സ്ട്രക്ചറൽ ജീൻ. ഇത്രയുമാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നെക്സ്റ്റ്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്. ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്നീ 3 ഘട്ടങ്ങളിലായാണ് ബാക്ടീരിയകളിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെരിറ്റൻസിനെയാണ് ജീൻസ് എന്ന് വിളിക്കുന്നത്.
DNA-യിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ഒരു പോളിപെപ്റ്റൈഡിനെ പ്രതിനിധീകരിക്കുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അടങ്ങിയ DNA-യുടെ ഭാഗമാണ് സിസ്ട്രോൺ എന്നറിയപ്പെടുന്നത്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ സ്ട്രക്ചറൽ ജീൻസ് പോളിസിസ്ട്രോണിക്കും കണ്ടിന്യൂസുമായാണ് കാണപ്പെടുന്നത്. ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ഈ സിസ്ട്രോണുകൾ പോളിസിസ്ട്രോണിക് ആയിരിക്കും. അതായത് ഒരു ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേഷൻ നടന്ന് ഒന്നിൽ കൂടുതൽ പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ജീനിൽ നിന്നും ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡുകൾ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ജീനുകളെ പോളിസിസ്ട്രോണിക് എന്ന് വിളിക്കാനുള്ള കാരണം. അതുപോലെ പ്രോകാരിയോട്സിൽ സ്ട്രക്ചറൽ ജീൻ കണ്ടിന്യൂസ് ആയാണ് കാണപ്പെടുന്നത്. ഒരു സ്ട്രക്ചറൽ ജീനിൽ കാണപ്പെടുന്ന എക്സ്പ്രസ്ഡ് സീക്വൻസസിനെയാണ് എക്സോൺസ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രകടമാവുന്ന സീക്വൻസുകളാണ് എക്സോൺസ്. ഈ എക്സോൺസ് സീക്വൻസുകൾ മാത്രമാണ് ഒരു പ്രോസസ്ഡ് mRNA-യിൽ കാണപ്പെടുന്നത്. അതേസമയം യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ ഈ എക്സോണുകൾക്കിടയിൽ കാണപ്പെടുന്ന സീക്വൻസുകളെയാണ് ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഇൻട്രോൺസ് പ്രോസസ്ഡ് mRNA-കളിൽ കാണപ്പെടുന്നില്ല. പ്രോകാരിയോട്സ് സ്ട്രക്ചറൽ ജീൻസിൽ എക്സോണുകൾക്കിടയിൽ ഇൻട്രോൺസ് കാണപ്പെടാത്തത് കൊണ്ടാണ് അവയെ കണ്ടിന്യൂസ് എന്ന് വിളിക്കുന്നത്. പ്രോകാരിയോട്സിൽ പ്രധാനമായും 3 തരം RNA-കൾ കാണപ്പെടുന്നുണ്ട്: mRNA, tRNA, rRNA എന്നിവ. ബാക്ടീരിയകളിലെ ഈ 3 തരം RNA-കളുടെയും ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്നത് ഒരു സിംഗിൾ RNA പോളിമറേസ് എൻസൈമാണ്. അടുത്തതായി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ഒന്ന് പരിചയപ്പെടാം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇനീഷിയേഷൻ. ആദ്യമായി RNA പോളിമറേസ് എന്ന എൻസൈം പ്രൊമോട്ടർ സീക്വൻസുമായി ബൈൻഡ് ചെയ്യുന്നു. ഇനീഷിയേഷൻ ഫാക്ടേഴ്സായ സിഗ്മ ഫാക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. ഈ സിഗ്മ ഫാക്ടറാണ് പ്രൊമോട്ടർ റീജിയനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇനീഷിയേഷൻ ഘട്ടത്തിൽ DNA ഡബിൾ ഹെലിക്സിൽ ഒരു ഓപ്പണിംഗ് സൃഷ്ടിച്ച് RNA-യുടെ ഇലോങ്ങേഷനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നീട് ഇലോങ്ങേഷൻ ഫേസിൽ റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് റെസിഡ്യൂസ് ഉപയോഗിച്ച് DNA-യിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററിയായി RNA നിർമ്മാണം നടക്കുന്നു. 5' to 3' ഡയറക്ഷനിലാണ് RNA പോളിമറേസ് പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. തൈമിന് പകരം യുറാസിൽ എന്ന ന്യൂക്ലിയോടൈഡാണ് RNA-യിൽ കാണപ്പെടുന്നത്. ടെർമിനേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്ന ഘട്ടമാണ് ടെർമിനേഷൻ. RNA പോളിമറേസ് എൻസൈം ടെർമിനേറ്റർ റീജിയനിൽ എത്തുന്നതോടുകൂടി പുതുതായി നിർമ്മിക്കപ്പെട്ട RNA-യും RNA പോളിമറേസ് എന്ന എൻസൈമും DNA-യിൽ നിന്നും വേർപ്പെടുന്നു. ഇവ വേർപ്പെടുന്നതോടുകൂടി ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ അവസാനിക്കുന്നു. ടെർമിനേഷന് സഹായിക്കുന്ന ഘടകങ്ങളാണ്
ടെർമിനേഷൻ ഫാക്ടേഴ്സായ റോ ഫാക്ടേഴ്സ്. പ്രോകാരിയോട്സിലെ സ്ട്രക്ചറൽ ജീൻ കണ്ടിന്യൂസ് ആയത് കാരണം പ്രോകാരിയോട്സിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട RNA ആക്റ്റീവായി മാറാൻ ഒരു പ്രോസസ്സിങ്ങിൻ്റെയും ആവശ്യമില്ല. ഇവയിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത് സൈറ്റോസോളിൽ വെച്ചാണ്. കാരണം പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ്, സൈറ്റോസോൾ എന്നിവ തമ്മിൽ വേർതിരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ RNAയിൽ ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്നുണ്ട്. അതിനാൽ ബാക്ടീരിയകളിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരുമിച്ച് സംഭവിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. ഇൻ യൂക്കാരിയോട്സ്, സ്ട്രക്ചറൽ ജീൻസ് ആർ മോണോസിസ്ട്രോണിക് ആൻഡ് സ്പ്ലിറ്റ്. മോണോസിസ്ട്രോണിക് എന്ന് വിളിക്കാൻ കാരണം ഒരു സിംഗിൾ ജീനിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്ന് ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അതുപോലെ യൂക്കാരിയോട്സിൽ സ്പ്ലിറ്റ് ജീനായാണ് സിസ്ട്രോൺ കാണപ്പെടുന്നത്. സ്ട്രക്ചറൽ ജീൻസിൽ കോഡിംഗ് സീക്വൻസായ എക്സോൺസും നോൺ കോഡിംഗ് സീക്വൻസായ ഇൻട്രോൺസും കാണപ്പെടുന്നുണ്ട്. mRNAയുടെ ഭാഗമായ സീക്വൻസുകളാണ് എക്സോൺസ്. അതേസമയം mRNAയുടെ ഭാഗമല്ലാത്ത സീക്വൻസുകളാണ് ഇൻട്രോൺസ്. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൻ്റെ ന്യൂക്ലിയസിൽ പ്രധാനമായും 3 തരം RNA പോളിമറേസുകൾ കാണപ്പെടുന്നുണ്ട്. RNA പോളിമറേസ് 1, RNA polymerase 2 and RNA polymerase 3. RNA polymerase 1 enzyme transcribes rRNA. RNA polymerase 2 enzyme transcribes mRNA and small nuclear RNAs. And RNA polymerase 3 transcribes tRNA and സ്മോൾ റൈബോസോമൽ RNAs. ഇങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ വഴി ഫോം ചെയ്യുന്ന പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റായ hnRNAയിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ടായിരിക്കും. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNAസിനെയാണ് hnRNA എന്ന് വിളിക്കുന്നത്. ഈ hnRNAയാണ് പ്രോസസ്സിങ്ങിന് ശേഷം mRNAയായി മാറുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന hnRNAയിൽ സ്പ്ലൈസിംഗ് എന്ന പ്രക്രിയ വഴി ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസ് സീക്വൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്നു. ഈ സ്പ്ലൈസിംഗ് എന്ന പ്രക്രിയ കൂടാതെ 2 പ്രവർത്തനങ്ങൾ കൂടി hnRNAയിൽ നടക്കുന്നുണ്ട്. അവയാണ് ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്നിവ. ക്യാപ്പിംഗ് വഴി മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ന്യൂക്ലിയോടൈഡ് hnRNAയുടെ 5' എൻഡിൽ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ ടെയിലിംഗ് എന്ന പ്രക്രിയ വഴി ഏകദേശം 200 മുതൽ 300ഓളം അഡിനിലേറ്റ് റെസിഡ്യൂസ് hnRNAയുടെ 3' എൻഡിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്നീ പ്രവർത്തനങ്ങൾ പൂർത്തിയായ hnRNAയാണ് mRNA എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സിങ്ങിന് ശേഷം ഈ mRNA പ്രോട്ടീൻ സിന്തസിസിനായി ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രോസസ്സിംഗ് വഴി mRNA ന്യൂക്ലിയേസസ് എൻസൈംസിൻ്റെ ഡിഗ്രഡേഷനിൽ നിന്നും
സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്കുള്ള സുഗമമായ ട്രാൻസ്പോർട്ടേഷനും സഹായിക്കുന്നു. ഈ രീതിയിലാണ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയ നടക്കുന്നത്. പ്രോകാരിയോട്സിലും യൂക്കാരിയോട്സിലും നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.